നമസ്കാരം. യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നതിനിടയിൽ യുക്രൈൻ മിലിറ്ററി ആദ്യമായി 18 കിലോമീറ്ററോളം റഷ്യൻ ബോർഡർ കടന്ന് റഷ്യയുടെ 40 സ്ക്വയർ കിലോമീറ്റർ ഏരിയ അടങ്ങിയ 28 റഷ്യൻ ടൗണുകൾ പിടിച്ചടക്കി എന്ന വാർത്ത റഷ്യൻ ഗവൺമെൻറ്റിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. യുക്രൈൻ സേനയുടെ ഈ മുന്നേറ്റം കാരണം 1,80,000 റഷ്യൻ വംശജരാണ് ഈ 28 ടൗണുകളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തത് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റഷ്യൻ ഗവൺമെൻറ്റും അവരുടെ മിലിറ്ററിയും ഇതുവരെ ഈ വാർത്ത നിഷേധിച്ചിട്ടില്ല. ഇത് യാഥാർത്ഥ്യമായത് കൊണ്ടുതന്നെയാകണം റഷ്യൻ ഗവൺമെൻറ് ഈയിടെ പ്രസ്താവിച്ചത് യുക്രൈൻ മിലിറ്ററിയുടെ റഷ്യൻ മണ്ണിലേക്കുള്ള കടന്നുകയറ്റത്തിന് തക്കതായ പണിഷ്മെൻറ്റ് അടുത്തു തന്നെ യുക്രൈൻ മിലിറ്ററിക്ക് റഷ്യൻ മിലിറ്ററി കൊടുക്കുമെന്ന്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈന് നൽകിക്കൊണ്ടിരിക്കുന്ന അത്യാധുനിക ആയുധങ്ങളുടെ ബലത്തിൽ യുക്രൈൻ ഇപ്പോൾ റഷ്യക്കെതിരെ ശക്തമായ ഒഫൻസീവ് ആരംഭിച്ചിരിക്കുകയാണ്. ഈ പരിതസ്ഥിതിയിൽ റഷ്യ യുക്രൈൻ യുദ്ധം എവിടെ ചെന്ന് അവസാനിക്കും എന്ന് ആർക്കും ഇപ്പോൾ പറയാൻ സാധിക്കുകയില്ല. യുക്രൈന് അത്യാധുനിക ആയുധങ്ങൾ സപ്ലൈ ചെയ്ത് റഷ്യയെ യുദ്ധത്തിൽ തോൽപ്പിക്കാമെന്നാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും വിചാരിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇന്നല്ലെങ്കിൽ നാളെ റഷ്യ യുക്രൈനെ യുദ്ധത്തിൽ പരിപൂർണമായി പരാജയപ്പെടുത്തും എന്ന് മാത്രമല്ല, യുക്രൈനിൽ അമേരിക്കൻ മിലിറ്ററിയുടെ എല്ലാ സൈനിക ഇടപെടലുകളും റഷ്യൻ ഗവൺമെൻറ് അവസാനിപ്പിക്കും എന്ന കാര്യം തീർച്ചയാണ്. റഷ്യക്കെതിരെ സൈനിക സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി റഷ്യയെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ റഷ്യയുടെ എക്കണോമിക് ഗ്രോത്ത് കണ്ടുകൊണ്ട് വിറങ്ങലിച്ചിരിക്കുകയാണ്.